ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. 2021 പുറത്തിറങ്ങിയിട്ടുള്ള അപ്പോൺ ദ മാജിക് റോഡ് എന്ന ഒരു കിഡ്ലൻ റഷ്യൻ ഫാന്റസി മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അടുത്തതായിട്ട് ഒരു ഫാരി ടെയിൽ മൂവി വേണമെന്ന് മൈൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മൈൻഡ് ഗോയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മൈൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് മന്ത്രശക്തിയൊക്കെയുള്ള ഒരു കുതിരേനെയാണ് കാണിക്കുന്നത്. ഭൂമിയിലുള്ള ഒരു വയലിലൂടെ അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഓടിക്കളിച്ചതുകൊണ്ട് ആ വയലിന്റെ ചില ഭാഗങ്ങളൊക്കെ നാശമായിട്ടുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ വന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ വയൽ മുഴുവനും അങ്ങനെ നാശമായി കിടക്കുന്നതാണ് അയാൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയും അവന്റെ രണ്ട് ബ്രദേഴ്സിനെയും അച്ഛൻ വിളിച്ചു വരുത്തുന്നുണ്ട്. ഹീറോ ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി വരുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളിൽ തട്ടിയിട്ട് അവൻ നിലത്തേക്ക് വീഴാണ്. നോക്കുമ്പോൾ ഒരു കുട്ടിപ്പന്നി അതിൽ ഓടി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അതിനെ പിടിച്ചിട്ട് അവന്റെ ക്യാപ്പിന്റെ ഉള്ളിലാക്കാണ്. അതിനുശേഷം അവന്റെ അച്ഛനെയും ബ്രദേഴ്സിന്റെ അടുത്തേക്ക് എത്താണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വയൽ മുഴുവൻ നശിച്ചു കിടക്കാണല്ലോ, ആരാണ് ഇതൊക്കെ ചെയ്തത്? ആരാണെങ്കിലും അവന് വിടാൻ പാടില്ല. രാത്രി മുഴുവൻ ഇവിടെ കാവൽ നിന്നിട്ട് അയാളെ പിടിച്ചോളണം എന്ന് പറയാണ്. ഇപ്പൊ ബ്രദേഴ്സ് അച്ഛൻ പറഞ്ഞത് ശരിയാണ്, നീ രാത്രി മുഴുവനും ഇവിടെ കാവലിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരും ആ ഒരു ജോലിയിൽ നിന്ന് എസ്കേപ്പ് ആവാണ്. രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ വയലിന് കാവലിരിക്കുകയാണ്. സംസാരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്ന പന്നീനോടാണ് ആശാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കുതിരയുടെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. മെല്ലെ എണീറ്റ് നോക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുതിരയായിരിക്കും നമ്മുടെ വയൽ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവുക. എന്തായാലും അതിനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു കയറൊക്കെ ആയിട്ട് അവൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരുപാട് വലുപ്പമുള്ള ഒരു കുതിരയായിരുന്നു അത്. കുതിരനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോന്റെ കിളി പോകുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അതിനെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന കയറ് ചുരുട്ടി ഇപ്പോ അതിന്റെ കഴുത്തിലേക്ക് എറിയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ കുതിര അവിടുന്ന് പോകുന്നുണ്ട്. ഇവൻ ഇട്ടിട്ടുള്ള കയറ് അതിന്റെ ശരീരത്തിൽ തട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവനെയും വലിച്ചുകൊണ്ട് ആ ഒരു കുതിര മുന്നോട്ടേക്ക് പോവാണ്. ഇവനെ മാത്രമല്ല, ഇവൻ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഏർമാടടക്കം അത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ശരവേഗത്തില് കുതിര ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഹീറോ കയറിന്റെ മുകളിൽ നിന്ന് പിടിവിടുന്നുണ്ടായിരുന്നില്ല. എടാ കുതിര, എന്തായാലും നിന്നെ ഞാൻ പിടിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതന്നെ അവൻ വിളിച്ചു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കുതിരയാണെന്നുണ്ടെങ്കിൽ ഒരു ചാട്ടം ചാടുന്നുണ്ട്. ആകാശത്ത് കൂടെ ആ ഒരു മാന്ത്രിക കുതിര ഇപ്പൊ പറക്കാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ഈ കുതിരനെ പിടിക്കണം എന്നൊക്കെ മറന്നിട്ട് ആകാശത്ത് നിന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നോക്കി കാണുകയാണ്. ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ താഴെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവൻ ടാറ്റ കാണിക്കുന്നുണ്ട്. ഇത്രയും നേരം ആകാശത്തൂടെ പറന്നു പോയിക്കൊണ്ടിരുന്ന കുതിര പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ നിലത്ത് വന്ന് അടിച്ച സമയത്ത് അവന്റെ ബോധം പോയിട്ടുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം അവനിപ്പോ മെല്ലെ മെല്ലെ പിടിച്ച് എണീക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ കുതിരനെ അവിടെ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കുതിരനെ അന്വേഷിച്ചിട്ട് അവൻ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ടില് കുതിര ഇങ്ങനെ ട്രാപ്പായി കിടക്കുന്നുണ്ട്. അത് മേലേക്ക് കയറാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യാണ്. പക്ഷെ അതിനെ കൊണ്ട് കരക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വെയിറ്റ് ഉള്ള കുതിര ആയതുകൊണ്ട് തന്നെ അതിപ്പോ ചെളിയിലേക്ക് ഇങ്ങനെ താണു പോകുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു കയറിൽ പിടിച്ച് വലിച്ചിട്ട് അതിനെ രക്ഷിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് ഒരുപാട് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ഈ ഒരു കയറുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുടിലേക്ക് ഓടുന്നുണ്ട്. വെള്ളം കോരുന്നതിനായിട്ട് റൗണ്ടിലുള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു അവിടെ. ഹീറോ കയറിന്റെ അറ്റം അതിലേക്ക് കെട്ടുകയാണ്. എന്നിട്ട് മെല്ലെ മെല്ലെ കുതിരനെ വലിച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നേരം അവൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു വിധത്തിൽ ഇപ്പൊ കുതിരനെ വലിച്ച് പുറത്തേക്ക് ആക്കിയേക്കാണ്. ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കുതിരനെ രക്ഷിച്ചുകൊണ്ട് തന്നെ അതിപ്പോ ഫീൽ ചെയ്തിട്ട് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ ഒരുപാട് കരയൊന്നും വേണ്ട, നിന്നെ പിടിച്ച് ഞാൻ മാർക്കറ്റിലൊന്നും കൊണ്ട് വിൽക്കാൻ പോകുന്നില്ല. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം, ഞങ്ങളുടെ വയലിൽ വന്നിട്ട് അവിടെയുള്ള വിളകളൊന്നും നശിപ്പിക്കാനായിട്ട് പാടില്ല, ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ കുതിരയും ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. പക്ഷെ ഇതിലും വലിയൊരു പ്രശ്നം അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ വയല് കുതിരനെ പിടിക്കാനായിട്ട് ഇവൻ തന്നെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് അവനൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോ കിടന്നുറങ്ങുകയാണ്. ഇപ്പോ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ മുന്നിൽ രണ്ട് കുതിരകൾ അങ്ങനെ നിൽക്കുകയാണ്. ഇത് എങ്ങനെ ഇവിടെ വന്നത്, ആരാതിനെ ഇവിടെ കൊണ്ട് കിട്ടിയെന്നൊക്കെ ആലോചിച്ചിട്ട് അവനിങ്ങനെ കിളി പോയി നിൽക്കുന്ന സമയത്ത് ആരോ സംസാരിക്കുന്ന ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. ഇത് കേട്ട് പേടിച്ചിട്ട് കയ്യിലൊരു കുന്തമൊക്കെ ആയിട്ട് അവൻ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ചെറിയൊരു കുതിരയാണ് ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ കുന്തമൊക്കെ എടുത്തിട്ട് എന്നെ നേരെ നീട്ടണ്ട, എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ പുറിയും ചോര വരും, അങ്ങനെ ഓരോന്നൊക്കെ അത് വിളിച്ചു പറയാണ്. ഇപ്പൊ ഹീറോ പേടിച്ചിട്ട് അതിന് കുത്താനായിട്ട് മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. കുതിരയാണെന്നുണ്ടെങ്കിൽ അവന്റെ നെഞ്ചാക്കൂട് നോക്കിയിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ആശാൻ ഇപ്പൊ തെറിച്ച് പുറത്തേക്ക് പോയി വീഴാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത്. ഇപ്പൊ ഹീറോയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അവൻ എണീറ്റ പാടെ തന്നെ നീ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ കണ്ടാ മനസ്സിലാവില്ലേ, ഞാനൊരു കുതിരയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് അതിൽ നടന്നൊക്കെ കാണിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇന്നലെ രാത്രി ഒരു മാന്ത്രിക കുതിരയ്ക്ക് അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കുതിരയുടെ കുട്ടിയാണിത്. ഇവന് ഫ്രണ്ട്സ് ആരും ഇല്ലാന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു കുതിരനെ ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് അതിനെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് ഇവന് മാർക്കറ്റിൽ വിൽക്കാനായിട്ടുള്ള രണ്ട് കുതിരകളും അതുപോലെ ഇവന് ഫ്രണ്ടായിട്ടും ആ ഒരു കുതിരയുടെ മകനെ ഇവിടേക്ക് അയച്ചതാണ്. ഇവൻ ഈ ഒരു കുതിരയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ വയലിൽ വന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് മുഴുവനായിട്ടും അങ്ങനെ നശിച്ചു കിടക്കുകയാണ്. ഇത് കണ്ട സമയത്ത് അയാൾക്ക് എന്താ തോന്നുക, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഹീറോനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോ ഇവൻ കിടക്കുന്ന ആ ഒരു തൊഴുത്തിന്റെ ഭാഗത്തേക്ക് വരികയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുതിര ഒരു പ്രത്യേക പോസിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എന്റെ മേത്ത് കയറിയിരുന്നു എന്ന് പറയാണ്. കാല് പൊക്കി വെച്ചോ, നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചോ, എന്താ പൂവല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു റോക്ക്
റോക്കറ്റ് വിട്ടമാരി അവൻ ആ ഒരു തൊഴുത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. അപ്പോഴാണ് തൊഴുത്തിലുണ്ടായിരുന്ന ആ ഒരു 2 കുതിരകളുടെ കാര്യം നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്. അയ്യോ, ആ ഒരു കുതിരയെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കണ്ടേ, എന്നാൽ അതിനെ കൂട്ടാനായിട്ട് മറന്നിട്ടുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുകയാണ്. ഓ, അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യമാണോ, നീ ചെവി പൊത്തി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കുതിര ഇപ്പൊ ഒരു വിസിൽ അടിക്കുന്നുണ്ട്. ഈ ഒരു വിസിൽ കേട്ട അതേ സമയത്ത് തന്നെ ഒരുപാട് കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന ആ ഒരു കുതിരകൾ രണ്ടും ഇവരുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് അത്ഭുതമാണ്. ഈ വിസിലടിക്കാനായിട്ട് എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ കുതിരയുടെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ, അതൊക്കെ നീ ഇനി കണ്ടുപിടിച്ചോ എന്ന് പറയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവരുടെ രാജാവിന്റെ കോട്ടയിലേക്കാണ് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജാവിന്റെ കൊട്ടാരത്തിന് മുന്നിലായിട്ട് വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് നമ്മുടെ ഹീറോ കുതിരകളുമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവനും ഈ കുതിരകളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. നീ എത്ര പൈസ വെച്ചിട്ടുണ്ടെങ്കിലും തരാം, ഈ 2 കുതിരകളെ ഞങ്ങൾക്ക് തരുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അവന്റെ പുറകെ കൂടിയിട്ടുണ്ട്. എന്നാൽ അവരോടൊക്കെ നോ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. അവരിപ്പോ നടന്നിട്ട് ഈ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഈ രാജാവിന് ഒരുപാട് ഇഷ്ടമാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് രാജാവിനെയാണ് കാണിക്കുന്നത്. രാജാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊതുകിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പാത്രം എടുത്തിട്ട് കൊതുകിനെ അടിക്കാനെന്നുള്ള പേരിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും തന്നെ മണ്ട അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം രാജാവ് ആ ഒരു കൊതുകിനെ അടിച്ച് കൊല്ലുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ചുറ്റും കൂടി ഉണ്ടായിരുന്ന ആൾക്കാർ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ കൈയടിക്കുകയാണ്. നമ്മുടെ ഹീറോ കോട്ടയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് രാജാവ് കാണുന്നുണ്ട്. ഹീറോ ഇപ്പൊ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഇവന്റെ കുതിരനെ പറ്റിയിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള കുതിരകളാണ്, നിങ്ങൾ തൊപ്പി അഴിച്ചിട്ട് അതിനായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവൻ ഇത് പറഞ്ഞ അതേ സമയത്ത് തന്നെ എല്ലാവരും തൊപ്പി അഴിക്കുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശ്വസിച്ചു എന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവന് മനസ്സിലായത് രാജാവ് അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവിനെ കണ്ടിട്ടാണ് എല്ലാവരും തൊപ്പി അഴിച്ചിട്ട് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ രാജാവിനെ കണ്ട സന്തോഷത്തില് നമ്മുടെ ഹീറോ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. രാജാവ് ഇപ്പം മന്ത്രിനോട് ചോദിക്കുകയാണ്, ഈ കുതിരനെ കണ്ടിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന് തോന്നല്ലോ, ഇനിയിപ്പോ ഇതിനെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിട്ട് കൊണ്ടെന്നായിരിക്കോ? ആ, എന്തായാലും വേണ്ടില്ല, അതിനെ കൂട്ടിയിട്ട് കോട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ ഈ ഒരു കുതിരേനൊക്കെ വാങ്ങിച്ചിട്ട് രാജാവ് കോട്ടയ്ക്കുള്ളിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ രാജാവിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടി കുതിര അവന്റെ അടുത്ത് പറയുന്നുണ്ട്, ഡാ മന്ദബുദ്ധി, കുതിരനെ കൊടുത്തിട്ട് അതിനുള്ള പൈസ നീ വാങ്ങിച്ചില്ലല്ലോ, വേഗം പോയിട്ട് ക്യാഷ് ചോദിക്കുന്നു പറയാണ്. ഇവൻ പൈസ ചോദിക്കുന്നു വിചാരിച്ച സമയത്ത് രാജാവിന് നേരെ കൈപൊക്കിയിട്ട് രാജാവായിട്ടിരിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടുള്ള കാര്യമാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് ശരിയാന്നുള്ള രീതിയിൽ രാജാവും ഇപ്പൊ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുതിര വീണ്ടും വന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞത്, പൈസ ചോദിക്കാനല്ലേ, നീ എന്തത് ചോദിക്കാത്തെ? ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ, അവർ ഒട്ടും പൈസ തന്നില്ലല്ലോ. കുതിര ഇപ്പൊ പറയുന്നുണ്ട്, ആ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുതിരകൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരില്ലേ, അപ്പൊ നീ വിസിലടിക്കാൻ പറയാണ്. ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്, വിസിലടിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ പ്രാവശ്യം നീ വിസിലടിക്ക് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ കുതിര ഒരു വിസിലടിക്കുന്നുണ്ട്. ഇപ്പൊ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കുതിര ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് വീണ്ടും ഓടി വരികയാണ്. രാജാവിനെ ഒരു വണ്ടിയിലിരുത്തി വലിച്ചുകൊണ്ടല്ലേ പോയിക്കൊണ്ടിരുന്നത്. അത് വലിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുതിരനെ പിടിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ ഒരു പല്ലക്കിൽ നിന്നും അവന്മാര് പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വേഗത്തിൽ ഇവന്മാരിങ്ങനെ ഓടുന്നോണ്ട് തന്നെ രാജാവ് വിളിച്ചു കൂവാണ്, എന്നെ വിട്ടിട്ട് കുതിരനെ പോയി പിടിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ കിടന്ന് അലറി കൂവുന്നുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവന്മാരിപ്പോ വണ്ടിയിലുള്ള പിടുത്തം വേണ്ടിയിട്ട് കുതിരയ്ക്ക് പുറകെ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പൊ നിലത്ത് കുത്തിയിട്ട് മേലേക്ക് പൊങ്ങുകയാണ്. രാജാവ് ഇപ്പൊ മൂക്കം കുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മാവിന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ ശരീരം മുഴുവനും മാവായിട്ട് രാജാവ് എണീറ്റ് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ചിരി അടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ ചിരിക്കുകയാണ്. ഇവനിങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോ രാജാവിന് അവനോട് നല്ല രീതിയിൽ ദേഷ്യം തോന്നുകയാണ്. മന്ത്രിനോട് ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് ചോദിക്കുകയാണ്. മന്ത്രി എടുത്ത വായിക്ക് അവന് തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നുണ്ട്. ഇത് കിട്ടിയപ്പോ രാജാവ് പറയാണ്, തൂക്കിക്കൊല്ലലൊക്കെ നിർത്തിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ശിക്ഷയൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ ചിരിച്ചതിന് സോറിയൊക്കെ പറയുന്നുണ്ട്. കുതിരയുടെ പൈസ വാങ്ങാൻ മറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ ഞാൻ തിരിച്ചു വിളിച്ചത് എന്നിങ്ങനെ പറയാണ്. ഈ കുതിരയ്ക്കുള്ള പൈസ എത്രയെന്നുള്ളത് അകത്ത് പോയി ഡിസ്കസ് ചെയ്തതിനു ശേഷം നിന്നോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഓക്കെ, നീ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് എത്രയെന്നുള്ളത് പറഞ്ഞോളാൻ പറയാണ്. ഹീറോ ഇപ്പോ 2 തൊപ്പി നിറച്ചും വെള്ളി നാണയം വേണമെന്ന് പറയുന്നുണ്ട്. അത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് ഇപ്പോ ഒന്ന് ആലോചിക്കുകയാണ്, നിനക്ക് ഞാൻ ഈ കുതിരയ്ക്ക് പൈസ തരുന്നതിന് പകരം ഈ കൊട്ടാരത്തിൽ സ്ഥിരമായിട്ടൊരു ജോലി എന്നാ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഹീറോയും ഓക്കെ പറയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഈ രാജാവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ അവൻ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജാവിന് ഇവനെ തീരെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. രാജാവ് ഇപ്പൊ മന്ത്രിനെ വിളിച്ചിട്ട് ഇവൻ എങ്ങനെയാ കൊല്ലുക അതിനുള്ളൊരു ഐഡിയ ഒന്ന് പറഞ്ഞുതരാൻ പറയുന്നുണ്ട്. മന്ത്രി ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ ഫയർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീവിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇതുവരെ അതിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. നമുക്ക് അവനോട് അതിനെ പിടിച്ചിട്ട് വരാനായിട്ട് പറയാം, അവന് തീർച്ചയായിട്ടും അത് സാധിക്കില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേരും പറഞ്ഞിട്ട് അവനെ കൊന്നു കളയല്ലോ. രാജാവിനും ഈ ഒരു ഐഡിയ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ സമ്മതിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പോവാൻ റെഡിയാവുന്നതാണ് കാണിക്കുന്നത്. ഇവനിങ്ങനെ പോവാൻ നിൽക്കുന്ന കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടി കുതിരയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ്, അല്ല നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ, എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. രാജാവ് എനിക്ക് ചെറിയൊരു ജോലി തന്നിട്ടുണ്ട്, എന്തോ ഫയർ ബേർഡോ അതിനെ പിടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഫയർ ബേർഡിനെ പിടിക്കണമെന്നാണോ അയാൾ പറഞ്ഞത്? ആ ഫയർ ബേർഡ് തന്നെ, അതിനെ എവിടെ പോയാലോ പിടിച്ചിട്ട് വരാൻ പറ്റുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എടാ ഫയർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാക്കേനെ പിടിക്കുന്ന മാതിരി അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് നീ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് പോകണം. അങ്ങനെ ഒരു വിധത്തിൽ അതിന്റെ അടുത്ത് എത്തിയാൽ തന്നെ അതിനെ പിടിക്കാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാർ
ഫയർ ബേർഡിനെ പിടിക്കാൻ പോയിട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കടലുകൾക്കും ഒരുപാട് മലകൾക്കും ഒക്കെ അപ്പുറമാണ് ഈ ഒരു ഫയർ ബേർഡ് ഉള്ളത്. അതിനെ പിടിക്കാന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോ അഥവാ നിനക്ക് കിട്ടിയില്ലെങ്കിൽ രാജാവ് എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, ഒരു കത്തി എടുത്തിട്ട് ചിലപ്പോൾ അതിന്റെ കഴുത്തൊന്ന് ചെറുതായിട്ട് വെട്ടിക്കളയും, അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. ശരി നിന്റെ ഒരു ആവശ്യമായിപ്പോയില്ലേ, ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും കൂടി ഫയർ ബേർഡിനെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു കാടിന്റെ നടുവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുതിര പറയാണ് ഫയർ ബേർഡിനെ നമുക്ക് നേരിട്ട് പിടിക്കാനായിട്ട് സാധിക്കില്ല, അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെ പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ചില നട്ട്സ് ഒക്കെ ആവശ്യമുണ്ട്, അത് ഇവിടുന്ന് ശേഖരിച്ചിട്ട് പോവാന്ന് പറയാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഒരുപാട് അണ്ണാന്മാർ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങി കിടക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള നട്ട്സ് കഴിച്ചിട്ടാണ് അത് അവിടെ കിടന്ന് ഉറങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ പോയിട്ട് അതിൽ നിന്നും ഒന്ന് എടുക്കുകയാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുന്നതാണോ നീ പറയുന്നത്? എന്നാൽ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കഴിക്കുകയാണ്. എന്നാൽ കുതിര വന്നിട്ട് അവനെ ചവിട്ടി ഇടുന്നുണ്ട്. എടാ നീ എങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയാണ്ട് നീ എണീക്കില്ല, അറിയാതെ പോലും ഇത് കഴിച്ചു പോരുതെന്ന് പറയാണ്. അങ്ങനെ ഇവര് വീണ്ടും യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പോയിട്ട് വലിയൊരു മരുഭൂമിയുടെ നടുവിലുള്ള ചെറിയൊരു കാട്ടിലാണ് ഇവരുള്ളത്. നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആ ഒരു ഫയർ ബേർഡ് ജീവിക്കുന്നത്. ഇവരിപ്പോ മെല്ലെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഫയർ ബേർഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള നട്ട്സ് വിതറുന്നുണ്ട്. ഫയർ ബേർഡ് വരുന്നു വിചാരിച്ചിട്ട് അവർ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും അത് അവിടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നേരം കാത്തിരുന്നിട്ടും അത് വരുന്നില്ലല്ലോ, മിക്കവാറും എന്റെ തലേന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുതിരവനോട് പറയാണ് നീ തലയൊന്ന് ചെറുതായിട്ട് താഴേക്ക് തിരിച്ചു നോക്ക്. നോക്കുന്ന സമയത്ത് ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിന്റെ അടിയിലായിരുന്നു ഫയർ ബേർഡ് ഉണ്ടായിരുന്നത്. അതിപ്പോ മെല്ലെ പറന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന്റെ കിളി പോകുന്നുണ്ട്. നിലത്ത് ഇവര് വിതറിയിട്ടുണ്ടായിരുന്ന എല്ലാ കടലയും തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടി കുതിരയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തൊന്നല്ലേ, അത് ഉറങ്ങുന്ന വരെ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറയാണ്. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ നട്ട്സും കഴിച്ചിട്ട് ഈ ഒരു ഫയർ ബേർഡ് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കുതിരനെ വിളിച്ചെണ്ണിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു കൈ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഫയർ ബേർഡ് ആയിരുന്നു. ഫയർ ബേർഡ് ഇപ്പൊ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇങ്ങനെ വിറച്ച് നിൽക്കുന്നുണ്ട്. കുതിരനെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫയർ ബേർഡും ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോനെ ആക്രമിക്കാനായിട്ട് ഫയർ ബേർഡ് വരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കുതിര ചാടി വീണ്ട് അവനെ രക്ഷിക്കുകയാണ്. ഈ ഒരു ആക്രമണത്തില് ചതുപ്പ് പോലെ കിടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മുടെ കുതിര വന്ന് വീണത്. അവനിപ്പോ മെല്ലെ താണു പോവാണ്. അവൻ അതിൽ നിന്നും കയറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ മെല്ലെ താന്നു പോവാണ്. കുതിരനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോ അരയിൽ നിന്ന് വാളെടുക്കുന്നുണ്ട്. എന്നാൽ ഫയർ ബേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ വാള് നോക്കിയിട്ട് മെല്ലെ ഒന്ന് ഊതുകയാണ്. അതേ സമയത്ത് തന്നെ വാളിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഹീറോ വീണ്ടും എങ്ങനെയാ ഒരു കുതിരനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ മണലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും അതിനെ ആക്രമിക്കാനായിട്ട് ഫയർ ബേർഡ് ശ്രമിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ കുതിരനെ താഴേക്ക് തള്ളിവിട്ടതിന് ശേഷം ഹീറോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അവസാനത്തെ നെട്ടും അത് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരെണ്ണാൻ അതും എടുത്തിട്ട് ഓടുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഫയർ ബേർഡിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതിന് ദേഷ്യം വന്നിട്ട് ഈ ഒരു കാട് മുഴുവൻ കത്തിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ വന്നിട്ട് കുതിരനെ ഒരു വിധത്തിൽ രക്ഷിച്ചിട്ടുണ്ട്. അവരവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും ഈ ഒരു ഫയർ ബേർഡ് വന്നിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നട്ട്സ് ചോദിക്കുകയാണ്. വീണ്ടും അതിനു വേണ്ടിയിട്ടാണ് ഫയർ ബേർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുതിരയാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മാജിക്കൽ നട്ട്സ് അതെടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് കഴിച്ച ഉടനെ തന്നെ ഫയർ ബേർഡ് ബോധം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് വീഴാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയർ ബേർഡിനെ നമ്മുടെ ഹീറോ പിടിച്ചിട്ടുണ്ട്. ചങ്ങല വെച്ചിട്ട് അതിനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതിനെങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കരയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനെങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ ആ ഒരു പൂട്ടഴിച്ചിട്ട് അതിനെ സ്വതന്ത്രനാക്കുന്നുണ്ട്. എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാൻ പറയാണ്. ഹീറോയിനോട് നന്ദിയും പറഞ്ഞിട്ട് ഫയർ ബേർഡ് ഇപ്പോ അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അതിന്റെ ഒരു ചിറക് അവനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അവനിപ്പോ ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ ഒരു കുതിരനെ വിളിക്കാനായിട്ട് അവരൊരു വിസിലടിക്കാറുണ്ടായിരുന്നില്ലേ, അതേ വിസിലടിക്കുകയാണ്. ഈ ഒരു സമയപ്പോഴത്തേക്കും അവൻ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടുവന്ന് നമ്മുടെ കുതിര പറയാണ് നമ്മൾ ഇനി രാജാവിന്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും, നിന്റെ ഇഷ്ടത്തിന് നീ എന്തിനാ അതിനെ അഴിച്ചു വിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയാണ് അത് പോയിട്ടുണ്ടെങ്കിൽ എന്താ, അതിന്റെ ചിറക് നമ്മുടെ കയ്യിലല്ലേ. ഇപ്പൊ രണ്ടുപേരും കൂടി തിരിച്ച് കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ചിറക് കാണിച്ചിട്ട് ഇവരിങ്ങനെ ഫയർ ബേർഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പിടിച്ചിട്ടുണ്ട്, അതിനെ പിടിച്ചു, അങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. എന്നാൽ രാജാവും മറ്റുള്ളവരും അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തൂവല് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന സമയത്ത് അത് ജ്വലിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എന്നാൽ ഇപ്പൊ അത് ജ്വലിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ചിറക് എടുത്തിട്ട് വന്നിട്ട് അവൻ എന്തൊക്കെയോ കഥ പറയാന്ന് രാജാവ് ഇപ്പൊ വിളിച്ച് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കുതിരയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിന്റെ തൊട്ടടിയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. നമ്മുടെ ഹീറോയിന്റെ അടുത്ത് അവനിപ്പോ വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാം, രക്ഷപ്പെടാന്നൊക്കെ. എന്നാൽ ഹീറോ അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രാജാവ് അവനെ കൊന്നേക്കെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുതിരയെ ഇപ്പോ അവനെ രക്ഷിക്കാനായിട്ട് അതിന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇപ്പൊ ഇവർ നോക്കുന്ന സമയത്ത് ആകാശത്തിൽ എന്തോന്നും ജ്വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇവരെല്ലാരും നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ അത് ആ ഫയർ ബേർഡ് ആയിരുന്നു. ഇപ്പൊ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന തൂവലും ജ്വലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. രാജാവും ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ
അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളുടെ തൊപ്പിയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ പുകഴ്ത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, നിങ്ങൾ എനിക്ക് ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, എന്നാൽ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ രാജാവ് എല്ലാവർക്കും പാർട്ടി കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. രാജാവ് ഇപ്പം മന്ത്രിമാരെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. നിന്റെയൊക്കെ ഒരു ഉണക്ക ഐഡിയ കാരണം നഷ്ടം എത്രയെന്നറിയോ, എന്നിട്ട് അവനൊന്നും ചെയ്യാനും പറ്റിയില്ല, നിന്നെയൊക്കെയാണ് ആദ്യം തൂക്കിലേറ്റേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മന്ത്രിമാര് പറയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ, എന്തായാലും എന്റെ കയ്യിൽ മറ്റൊരു ഐഡിയ ഉണ്ടെന്ന് പറയാണ്. രാജാവും എന്താന്ന് ചോദിക്കുന്നുണ്ട്. രാജാവേ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ആ, കഴിച്ചിട്ടില്ല. അതിനിപ്പോ എന്താ? അതാണ് ഞങ്ങളുടെ ഐഡിയ. അതായത് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു രാജകുമാരി ഉണ്ട്. അവൾ ഇതുവരെ ആരും കണ്ടിട്ട് പോലുമില്ല. അവളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പെടുന്നു പറയാണ്. ഇപ്പൊ പിറ്റോസും രാവിലെ ഒരു വിളംബരം നടക്കുന്നുണ്ട്. നമ്മുടെ രാജാവ് കല്യാണം കഴിക്കാൻ പോവാണ്. അവർക്ക് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടിലെ രാജകുമാരിയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളത്. അവളെ കൂട്ടിയിട്ട് വരാനായിട്ട് നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വിളംബരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ രാജാവ് വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. ഇവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുതിര നമ്മുടെ ഹീറോനോട് പറയാണ്, എടാ, നമ്മൾ ഫയർ ബേർഡിനെ പിടിച്ച പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. ആ ഒരു ഹൈലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം തന്നെ ഒരു മഞ്ഞ് കട്ടയുടെ മുകളിലാണുള്ളത്. അതുപോലെ തന്നെ ആ ഒരു രാജകുമാരിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത 3 യോദ്ധാക്കളാണ് കാവൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് നിന്ന് കേക്ക്, നമുക്ക് ഇവിടുന്ന് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം, ഇതിന്റെ പുറകെ ഒന്നും പോവാൻ നിൽക്കണ്ടെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കുതിര പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാജകുമാരിനെ തേടി തന്നെ അവൻ പോവാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഹൈലാൻഡ്സിൽ എത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് മഞ്ഞുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാലത്തിൽ കൂടെ അവരിങ്ങനെ നടന്നു പോവാണ്. ഇതിനിടയിൽ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇവിടെ 3 യോദ്ധാക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെവിടെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുതിര പറയുന്നുണ്ട്, 3 പേർക്കും ഒരേ സമയത്ത് അങ്ങനെ നിന്ന പോലെ നിൽക്കാൻ പറ്റുമോ? വല്ല ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെ വല്ലതും പോയതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അവർ വരുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ ഉള്ളിലേക്ക് ഓടി പോകുന്നുണ്ട്. എന്നാൽ അവിടെ മഞ്ഞ് പാളികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡോർ ഉണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ അതിലിടിച്ചിട്ട് താഴേക്ക് വീഴാണ്. ഇവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു വാതിൽ തുറന്ന് അവൻ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫയർ ബേർഡിന്റെ തൂവലില്ലേ, അതിപ്പോ പുറത്തേക്ക് വരികയാണ്. അതിപ്പോ നേരെ പോയിട്ട് ഈ ഒരു ഡോറിന്റെ മുകളിൽ ഇടിക്കുന്നുണ്ട്. അവിടെ തൊട്ട അതേ സമയത്ത് തന്നെ ആ ഡോറ് അങ്ങനെ അലിഞ്ഞ് നിലത്തേക്ക് വീഴാണ്. ഈ ഡോർ ഉരുകി വീണ സമയത്ത് നമ്മുടെ കുതിര അതിൽ ഒളിച്ചു പോവാണ്. അവൻ നേരെ പോയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു എഡ്ജിന്റെ മുകളിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഇതിൽ ആരാണ് രാജകുമാരി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു തൂവല് അതിനും അവനെ ഹെൽപ്പ് ചെയ്യാണ്. അത് ശരിക്കുള്ള രാജകുമാരിന്റെ അടുത്തേക്ക് പോയിട്ട് അവളെ ഉറക്കത്തിൽ നിന്നും എണീപ്പിക്കുന്നുണ്ട്. ഇപ്പൊ രാജകുമാരി അവനോട്, നീ ആരാണ്, എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ നാടിന്റെ രാജാവിന് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണോ? നിന്റെ രാജാവ് കാണാൻ നല്ല സുന്ദരനാണോ? അവനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഒന്ന് ചെറുതായിട്ട് സ്റ്റക്ക് ആവുകയാണ്. അവനിപ്പോ ആലോചിച്ചതിന് ശേഷം വീണ്ടും പറയാണ്, രാജകുമാരി, അവൻ സുന്ദരനായാലും എന്താ അല്ലെങ്കിൽ എന്താ, അവനൊരു രാജാവല്ലേ, അവനെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാണ്. ഓക്കെ, ഞാനിപ്പോ താഴെ ഇറങ്ങണം, അതിന് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യോ? ഇപ്പൊ ഹീറോയും ഓടിപ്പോയിട്ട് അവളെ പിടിക്കുന്നുണ്ട്. എന്നാൽ ഇവരിങ്ങനെ ഇറങ്ങുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും കൂട്ടിയിട്ട് നിലത്തേക്ക് വീഴാണ്. ഇങ്ങനെ നിന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു സ്പാർക്ക് അടിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവളെ നോക്കിയിട്ട് അങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. രാജകുമാരി ഇപ്പൊ അവനോട് പറയുന്നുണ്ട്, നമുക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്ന പറഞ്ഞിട്ട് രാജകുമാരി ഇപ്പം എല്ലാം എണീറ്റ് നടക്കുകയാണ്. അവളിങ്ങനെ പോയിട്ട് ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും എഡ്ജിൽ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ പേടിയാവാണ്. രാജകുമാരി, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവിടെ നിന്ന് പോയി നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പുറകെ തന്നെ അവനും വരികയാണ്. ഇപ്പൊ രാജകുമാരി പറയാണ്, ഇത്രയും നാൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് എന്നെ തെരഞ്ഞിട്ട് ഏതെങ്കിലും രാജാവ് വരുന്നു വിചാരിച്ചിട്ടായിരുന്നു, എന്നാൽ അങ്ങനെ ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഹീറോ പറയാണ്, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചില്ലേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയും പറയാണ്, രാജാവ് ഇവിടേക്ക് വരികയായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് സമ്മതിക്കായിരുന്നു. ഇതിപ്പോ നീയല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നീയല്ല എന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്, എന്നാ നീ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജകുമാരനോ ഒന്നും അല്ല, ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ താഴേക്ക് എടുത്ത് ചാടുകയാണ്. കുറച്ചുപോലും ആലോചിക്കാതെ നമ്മുടെ ഹീറോയും ഇപ്പൊ എടുത്ത് താഴേക്ക് ചാടുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും കൂട്ടിയിട്ട് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പൊ രാജകുമാരിന്റെ ഡ്രസ്സിന്റെ മുകളിൽ അങ്ങനെ പിടിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവളുടെ ഡ്രസ്സ് ഒരു പാരഷൂട്ട് മാതിരിയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഡ്രസ്സിന്റെ മുകളിൽ നമ്മുടെ ഹീറോ പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവനെ കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവനെ രക്ഷിക്കുന്നതിനായിട്ട് രാജകുമാരി താഴേക്ക് സ്പീഡായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് ചാടിയത്, നീ എന്തിനാ എന്റെ പുറകെടുത്ത് ചാടിയത്? അത് പിന്നെ നിങ്ങൾ പെട്ടെന്ന് ചാടുന്ന കഴിഞ്ഞപ്പോ എനിക്ക് നോക്കി നിൽക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ അവളുടെ ഡ്രസ്സിന്റെ മുകളിൽ ഇരിക്കുകയാണ്. എന്നാൽ വെറുതെ ഇരിക്കുന്നതിന് പകരം ആ ഡ്രസ്സിന്റെ മുകളിൽ അവൻ എന്തൊക്കെയോ പിടിച്ച് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഓട്ടയാവാണ്. ഇപ്പൊ ബാലൻസ് ചെയ്യാൻ പറ്റാതെ രണ്ടുപേരും കൂടിയിട്ട് വീണ്ടും മറിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കുതിരയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിര ഇവർ നിൽക്കുന്ന ഭാഗത്തേക്ക് പറന്നു വരുന്നുണ്ട്. നമ്മുടെ കുതിരയ്ക്ക് ഇപ്പൊ 2 ചിറകൊക്കെ മുളച്ചിട്ടുണ്ട്. അവനിപ്പോ ചാടി വന്നിട്ട് നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഹീറോയിനെ അവിടുന്ന് രക്ഷിക്കുകയാണ്. എന്നാൽ നോക്കുന്ന സമയത്ത് ഹീറോയിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇവരെങ്ങനെ ഈ ഒരു കുതിരയുടെ മുകളിൽ നിന്നിട്ട് ആകാശത്ത് കൂടെ പറന്നു പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ രാജകുമാരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവനെന്തോ അവളുടെ അടുത്ത് ഭയങ്കര അടുപ്പമൊക്കെ തോന്നാണ്. അതുകൊണ്ട് തന്നെ മെല്ലെ ഒന്ന് കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുതിര വിളിച്ച് പറയാണ്,
എന്താ മോനെ കുറച്ചു നേരമായിട്ട് മിണ്ടുന്നില്ലല്ലോ? നമ്മുടെ രാജാവിന് തന്നെ പണി കൊടുക്കാനുള്ള ഉദ്ദേശമാണോ? ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്നുണ്ട്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇവർ ക്യാമ്പ് ചെയ്യാണ്. ഇതിനിടയിൽ കുതിര ഇവരുടെ അടുത്ത് വായ തോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. എടാ, നിനക്ക് ഈ രാജകുമാരിനെ ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവളെ കൂട്ടിയിട്ട് കൊട്ടാരത്തിലേക്കൊന്നും പോണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറയാണ്. എന്നാൽ ഹീറോ അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നീ പറയുന്ന പോലെ തന്നെ എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് രാജാവിനെ ചതിക്കാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല. ഇത്രയും വലിയൊരു രാജകുമാരി, അവളെ കല്യാണം കഴിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഒന്നും എനിക്കില്ല എന്ന് പറയാണ്. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ അതൊക്കെ സാധിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ഹീറോ ഇപ്പൊ അവിടെ പോയി കിടക്കുന്നുണ്ട്. ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ രാജകുമാരി കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ആലോചിച്ചിട്ട് അവനടുത്ത് എന്തോ അവൾക്കൊരു ഇഷ്ടം തോന്നുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ നേരെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ രാജാവ് നമ്മുടെ മന്ത്രിമാരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രാവശ്യത്തേക്കും കൂടി നിങ്ങളൊന്ന് ശ്രമിക്കേ, ഞങ്ങളുടെ കണക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സുന്ദരിയായിട്ടുള്ള രാജകുമാരിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോ രാജകുമാരിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ നാട്ടിലുള്ള എല്ലാവരും തന്നെ അവനെ നല്ല രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ടൊന്ന് ജലസ് ആവുന്നുണ്ട്. എന്നാൽ ആ ഒരു കാര്യങ്ങളൊന്നും അവള് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. രാജാവ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കൃത്യമായിട്ട് തീർത്തുകൊണ്ട് തന്നെ അവനിപ്പോ ഒരുപാട് സമ്മാനങ്ങൾ രാജാവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ ഹീറോയ്ക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോ നോക്കിയാലും നമ്മുടെ രാജകുമാരിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇപ്പൊ രാത്രിയായ സമയത്ത് അവളെ കാണാനായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവനിപ്പോ മെല്ലെ മെല്ലെ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മുടെ ഹീറോയിനും അവനെ കണ്ട സമയത്ത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പ്രണയം അത് അവർ പുറത്തേക്ക് പറയുന്നില്ല. അവളിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. രാജാവ് ഇപ്പോ നിന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ, അപ്പോ അതിനുള്ള ആശംസ പറയാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് ആരോ വരുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കാണ്. ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് നമ്മുടെ ഹീറോയിന്റെ മുഖത്ത് വെക്കുന്നുണ്ട്. എന്നാൽ അവനിപ്പോ നേരെ തെന്നിത്തെറിച്ച് താഴേക്ക് വീഴാണ്. രാജാവ് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഒരാളെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ട് അവൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നുന്നില്ല. രാജകുമാരി എന്താ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരുത്തനുണ്ടായിരുന്നില്ലേ, അവന്റെ ഡ്രസ്സ് തന്നെ വാങ്ങിയിടാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ രാജാവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവിടെ ചെന്ന് നിന്നിട്ട് ഈ നാട്ടിലെ രാജാവ് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാജാവ് ഇപ്പൊ മുന്നോട്ടേക്ക് നിന്നിട്ട് വളരെ അഭിമാനത്തോടെ തന്നെ ഞാനാണ് രാജാവ് എന്ന് പറയാണ്. എന്നാൽ ഇവൾ ഇതൊന്നും കേൾക്കാതെ ഓരോരുത്തരെ അടുത്തും പോയിട്ട് നീയാണോ ഇവിടുത്തെ രാജാവ്, നീയാണോ ഇവിടുത്തെ രാജാവ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ രാജാവിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെ ചോദിച്ചിട്ട് അവസാനം രാജാവിന്റെ അടുത്തും വരുന്നുണ്ട്. എന്നിട്ട് രാജാവിനോട് ചോദിക്കുന്നുണ്ട്, അയാളിപ്പോ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ തന്നെയാണ് രാജാവ് എന്നിങ്ങനെ പറയാണ്. ഓ, ഇവിടുത്തെ രാജാവ് ഇത്രയും സുന്ദരാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പൊ അയാളെ സോപ്പിടുകയാണ്. രാജാവ് ഇപ്പോ അവളുടെ കയ്യിലൊക്കെ പിടിച്ച് മേലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് നാളെ തന്നെ നമുക്ക് കല്യാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കിയാലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവളിപ്പോ ഒരു നമ്പർ ഇറക്കാണ്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല, എന്നാൽ കല്യാണത്തിനായിട്ട് എനിക്കൊരു മോതിരം വേണം. ഓ, അതാണ് ഇത്ര വലിയ കാര്യം. നല്ലൊരു മോതിരം തന്നെ പണിയാനായിട്ട് രാജാവ് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പറയാണ്, പുതിയതായിട്ടുള്ള ഒരു മോതിരമൊന്നുമല്ല, പാരമ്പര്യമായിട്ട് കല്യാണത്തിന്റെ സമയത്ത് ഇടുന്ന ഒരു മോതിരാണത്. എന്നാൽ ഒരിക്കൽ ഞാൻ കപ്പലിൽ പോകുന്ന സമയത്ത് അതെന്റെ അടുത്ത് കാണാതെ പോയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പറ്റാന്ന് പറയാണ്. രാജാവ് ഇപ്പൊ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ആ ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്. അന്ന് രാത്രി ഹീറോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കുതിരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങോട്ട് ഉറക്കം ശരിയാവുന്നുണ്ടായിരുന്നില്ല. കുതിര ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവന്റെ അമ്മേനോട് സംസാരിക്കുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറയാണ്. ഇവൻ ഒരു ആപത്തും സംഭവിക്കാതെ നോക്കണം, ഇവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഓരോരോ അബദ്ധങ്ങളിൽ അവനിങ്ങനെ സ്ഥിരമായിട്ട് പോയി ചാടുകയാണ്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അവനാണെന്നുണ്ടെങ്കിൽ ആ രാജകുമാരിയുടെ മോതിരം കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അത്രയും വലിയ കടലില് അത് എവിടെ പോയിട്ട് തപ്പാനാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആകാശത്തായിട്ട് വലിയൊരു തിമീകരത്തിന്റെ വിഷ്വല് നമ്മുടെ കുതിര കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ കുതിരയുടെ അമ്മ അവനോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്ന് കുതിരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. അവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ വലിയൊരു വിൻമില്ല് ഉണ്ടായിരുന്നു. അതിപ്പോ അവനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിമീകരം വലിയൊരു ഐലൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടേക്ക് പോകാനായിട്ടുള്ള വഴിയൊക്കെ ഈ വിൻമില്ല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് കുതിര ആകാശത്തൂടെ പറന്നിട്ട് ആ ഒരു ദ്വീപിലേക്ക് പോവാണ്. ഇവരിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ആകാശത്ത് ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു. അതിന്റെ മേത്തെല്ലാം തട്ടിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ താഴെ ഉണ്ടായിരുന്ന കടലിലേക്ക് തന്നെ വീഴാണ്. ഇപ്പൊ കടലിനടിയിൽ എത്തിയ സമയത്താണ് ഇവനൊരു പ്രത്യേക കാര്യം കാണുന്നത്. ഒരുപാട് വലിപ്പമുള്ള ചങ്ങലകൾ വെച്ചിട്ട് വലിയൊരു തിമീകളത്തിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവൻ വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ളതുപോലെ വലിയൊരു തിമീകലം. ആ തിമീകലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ദ്വീപ് പോലെ ഉണ്ടായിരുന്നു. ഈ ഒരു തിമീകലത്തിനെ ഒരുപാട് ചങ്ങലകൾ വെച്ചിട്ട് വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഈ തിമീകലത്തിന്റെ വയറിന്റെ ഉള്ളിലായിരിക്കും ആ മോതിരം ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ അത് എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത് മാത്രം അവന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിമീകലം ഇവനോട് എന്തോ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ കുതിരയ്ക്ക് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ തിമിംഗലം ഒരുപാട് കപ്പലുകൾ വീഴിയിട്ടുണ്ട്.
അതുകൊണ്ടാണ് അതിനെങ്ങനെ ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തിമിംഗലം അങ്ങനെ കരയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ആ മോതിരം എങ്ങനെ എടുക്കാന്നുള്ളതൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനിടയിൽ അവനൊന്ന് ചെറുതായിട്ട് തുമ്മാണ്. അത് വെച്ച് ആലോചിച്ച സമയത്ത് അവനും ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. നമുക്കേ തുമ്മൽ വരുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്തോരം ഇളകാറുണ്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു തിമിംഗലത്തിന് എങ്ങനെ തുമ്മൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചങ്ങല മുഴുവനും അത് പൊട്ടിച്ച് കളയുന്നു പറയാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുതിരേനെ കൂടിയിട്ട് അവൻ തിമിംഗലത്തിന്റെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് പോവാണ്. ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുതിര അതിന്റെ ചിറക് വെച്ചിട്ട് തിമിംഗലത്തിനെ തുമ്മാനായിട്ട് ട്രിഗർ ചെയ്യാണ്. ഇത് തുമ്മുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ചങ്ങലകളും ഇപ്പൊ പൊട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അത് മാത്രമല്ല ഈ തിമിംഗലം ഒരുപാട് കപ്പലുകൾ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഇപ്പൊ ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ തിമിംഗലാണെന്നുണ്ടെങ്കിൽ ഹീറോയിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇത് പോയ സമയത്താണ് ആ മോതിരത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഹീറോ ആലോചിച്ചത്. അവനിപ്പോ ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഞണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്റെ നേരെ ഒരു മോതിരം നീട്ടാണ്. നീ ചെയ്തിട്ടുള്ള ഉപകാരത്തിന് പകരമായിട്ട് നിനക്ക് ആ ഒരു തിമിംഗലം തന്നിട്ടുള്ളതാണിത് എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോന്റെ കയ്യിൽ ആ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നമ്മുടെ ഹീറോ വീണ്ടും സാഡ് ആവാണ്. ഈ ഒരു മോതിരം കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജാവ് അവളെ കല്യാണം കഴിക്കും. ഇവനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ രാജകുമാരിയും അവനെ തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും അവനെ പറ്റിയിട്ടുള്ള ഓരോ ചിന്തകളായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോയും കുതിരയും കൂടിയിട്ട് വീണ്ടും ഇവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഹീറോ ആരും അറിയാതെ നമ്മുടെ രാജകുമാരിനെ കാണാനായിട്ട് വന്നതാണ്. കയ്യിലുണ്ടായിരുന്ന ഫയർ ബേഡിന്റെ തൂല് ഉപയോഗിച്ചിട്ട് അകത്തേക്ക് കയറാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ കുതിരയും എന്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു. എടാ നീ എന്തീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തല പോകുന്ന കേസാന്ന് പറയാണ്. എന്നാൽ ഇവന്റെ കുതിര മേലേക്ക് കയറി പോകുന്നത് ആ ഒരു മന്ത്രി കണ്ടിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ ഒരു വിധത്തില് റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവൻ കണ്ടുപിടിച്ച മോതിരം അവൾക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നീ കണ്ടുപിടിച്ച് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ എന്റെ കൂടെ വരുന്നോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അതേ സമയത്ത് തന്നെ ഹീറോയിൻ അവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലും ഇതേ കാര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ മന്ത്രി വിളിച്ചു പറഞ്ഞ അനുസരിച്ചിട്ട് അയാളുടെ ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹീറോയിനെ അവിടെ വെച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ശബ്ദമൊക്കെ കേട്ടിട്ട് രാജാവും ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഒരു സൈഡിൽ കാവൽഭടന്മാര് നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വന്നൊക്കെ കുതിര ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ കുതിര ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പൊ രാജാവ് കാണാണ്. പ്രേതോ ഭൂതമാണെന്ന് വിചാരിച്ചിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെടികൊണ്ടിട്ടുള്ള കുതിരയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയി വീഴുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവനിപ്പോ അലറി വിളിക്കുകയാണ്. രാജകുമാരിനെ കടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ പേരിൽ ഒരു കേസ് ഇട്ട് അവന് ജയിലിലിടാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോയിനെ ഇവർ കൊല്ലും. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള നമ്മുടെ രാജകുമാരി അവനെങ്ങനെയാണ് രക്ഷിക്കാന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഇവളുടെ റൂമിന്റെ പുറത്തായിട്ട് ചെറിയൊരു കോഴിക്കുഞ്ഞു വന്ന് നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അതിന് ഫോളോ ചെയ്തിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുതിര ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊന്നും വലിയ വിഷയമല്ല. നമ്മുടെ ഹീറോയ്ക്ക് എന്താണ് സംഭവിച്ചത്, അവന്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, അവനെ രക്ഷിക്കാനായിട്ട് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജാവിന്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നത്തില് നമ്മളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കാലം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മരിച്ചു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജാവ് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനം തിരിച്ചു കിട്ടാനായിട്ട് ആ ഒരു ചടങ്ങ് ചെയ്യണമെന്ന് പറയാണ്. അതായത് 3 വലിയ പാത്രം. ഒന്നാമത്തെ പാത്രത്തിൽ നല്ല തിളയ്ക്കുന്ന വെള്ളം, രണ്ടാമത്തെ പാത്രത്തിൽ നല്ല തണുപ്പുള്ള വെള്ളം, മൂന്നാമത്തെ പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പാല്. ഇതിൽ 3 ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾ മുങ്ങി നിവർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൗവനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പറയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകില്ലേ. ഇപ്പൊ ഹീറോയിനും തന്ത്രപരമായിട്ട് അതിനല്ല ഞാനൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ രാജാവ് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അതിന് സംഭവിക്കാൻ പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള മന്ത്രി രാജാവിനോട് പറയാണ്, ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ചാടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും. അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു തടവ് പുള്ളിയില്ലേ, അവനെ ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവനൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയാണ്. ഇപ്പൊ മന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയ രാജാവിന് ഇഷ്ടമായിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഇട്ടിട്ടുള്ള പ്ലാന് നേരെ തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ചടങ്ങ് അത് ശരിക്കുള്ള ഒരു ചടങ്ങായിരുന്നു. പക്ഷേ അതിലൊരു ചെറിയ മാറ്റമുണ്ട്. ഫസ്റ്റ് ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു തിളയ്ക്കുന്ന പാലില്ലേ, അതിലേക്ക് ഇവളുടെ കയ്യിലുള്ള മോതിരം ഇടണം. ഫ്രീസ് ആയിട്ടിരിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ ഫയർ ബേഡിന്റെ തൂവിലിടണം. മൂന്നാമത്തെ പാത്രത്തിൽ ഒരു മാന്ത്രിക പൂവുണ്ട്, അതും ഇടണം. ഇവള് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള 2 കാര്യങ്ങളും ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്നാൽ മൂന്നാമത്തെ ആ ഒരു മാന്ത്രിക പൂവില്ലേ, അത് മാത്രം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ പൂ പറിക്കണമെങ്കിൽ ഭൂമിയുടെ അറ്റത്തേക്ക് പോകണം. നിനക്ക് പറക്കാൻ കഴിയില്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ആ ഒരു പൂ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. നമുക്കിനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോവാണ്. ഇപ്പോഴാണ് നമ്മൾ കുതിരയുടെ ചിറക് കാണുന്നത്. രാജാവ് വെടിവെച്ചത് കുതിരയുടെ ചിറകിലായിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് പറക്കാൻ കഴിയില്ലായിരുന്നു. നമ്മുടെ ഹീറോയിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു പൂവ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ എത്ര വേഗത്തിൽ ഓടാൻ പറ്റുമോ അത്രയും വേഗത്തിൽ അവനിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് അവസാനം അവൻ ഭൂമിയുടെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് തന്നെ ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ വിളിച്ചു പറയാണ്, അവൻ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു ശിക്ഷ അവന് കൊടുക്കുന്നത്, അവന്റെ ഭാഗത്തുള്ള ന്യായം അവൻ പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് അവന് സംസാരിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. അവന് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, എനിക്ക് അവസാനമായിട്ട് എന്റെ കുതിരേനെ ഒന്ന് കാണണം. അവൻ വെറും
എന്റെ കുതിരയല്ല, അവൻ എന്റെ കൂട്ടുകാരനാണ്. എല്ലാ സമയത്തും ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ അവനാണ് എനിക്ക് അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവനില്ലാതിരിക്കുന്ന സമയത്താണ് അവന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള പെൺകുട്ടിയും എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ കരയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോയിനും അവനെ നോക്കി കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നീ സംസാരിച്ചത് മതി, നമുക്ക് ചടങ്ങ് തുടങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ആ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ഹീറോയിനും പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം അഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമൊന്നും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളിപ്പോ ഒരു വിധത്തിൽ ആ ഒരു മോതിരം എങ്ങനെയൊക്കെ അഴിച്ചെടുത്തിട്ട് ഈ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുകയാണ്. മോതിരം വെള്ളത്തിൽ വീണ അതേ സമയത്ത് തന്നെ ഹീറോ മേലേക്ക് തെറിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവൻ പോയി വീണത് ഫ്രീസ് ആയിട്ടുള്ള വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു വലിയ ചെമ്പിലേക്കായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫയർബേഡ് അങ്ങോട്ടേക്ക് പറന്നു വന്നിട്ട് അവന്റെ ഒരു തൂവല് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഫയർബേഡിന്റെ തൂവല് വീണ അതേ സമയത്ത് തന്നെ ഹീറോ വീണ്ടും തെറിക്കുകയാണ്. അടുത്തതായിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുന്ന പാലിലേക്കാണ് അവൻ വീഴാൻ പോകുന്നത്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ആ ഒരു കുതിരേനെ അവൾ അവിടേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും ആ ഒരു കുതിര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കുതിരേനെയാണ് കാണിക്കുന്നത്. കുതിര ഇപ്പൊ ആ ഒരു പൂവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ഈ ഒരു മാന്ത്രിക പൂ? ഇവൻ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോ ആ ഒരു പൂവും അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണ് നീ പറഞ്ഞിട്ടുള്ള ആ ഒരു മാന്ത്രിക പൂ. നീ ആർക്ക് വേണ്ടിയിട്ടാണോ എന്നെ പറിച്ചെടുക്കുന്നത് അവന്റെ ജീവൻ രക്ഷപ്പെടും. പക്ഷെ ഈ പൂ പറിക്കുന്ന നീ ജീവനോടെ ഉണ്ടാവില്ല. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പൂ പറിക്കാനായിട്ട് ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളത്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവൻ തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കുതിര ഇപ്പോ ആ ഒരു പൂ പറിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൊട്ടാരത്തിൽ നോക്കുകയാണെങ്കിൽ പാലിനുള്ളിലേക്ക് വീണിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോ തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആകാശത്തിൽ നമ്മുടെ കുതിര പറക്കുന്നത് കാണിക്കുകയാണ്. അത് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാജിക്കൽ ഫ്ലവർ ഈ ഒരു പാലിലേക്ക് ഇട്ട സമയത്ത് തന്നെ പാലിലേക്ക് വീണിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോ ഇപ്പൊ വീണ്ടും ജീവനോടെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇവൻ വീണതുപോലെയല്ല തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് യങ് ആയിട്ടായിരുന്നു. ഒരു രാജകുമാരനെ പോലെ അവൻ മാറിയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ രാജാവ് പറയാണ് നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഈ ഒരു ചടങ്ങ് ചെയ്തിട്ട് ഞാനും യങ് ആവാൻ പോവാന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ചടങ്ങ് ഒരു പ്രാവശ്യം മാത്രമേ വർക്കൗട്ട് ആവുള്ളായിരുന്നു. ഇയാൾ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ചാടി അതേ സമയത്ത് തന്നെ വലിയൊരു ബബിളിന്റെ ഉള്ളിൽ അയാൾ കുടുങ്ങി പോവാണ്. അതിപ്പോ മേലേക്ക് പൊങ്ങി പറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് താഴെ നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും ഉറക്കെ ചിരിക്കുകയാണ്. താഴെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞാൻ കൊന്നു കളയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ മേലേക്ക് പൊങ്ങി പോവാണ്. ഇപ്പൊ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ രാജ്യത്തിന് പുതിയൊരു രാജാവ് വേണമെന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. അത് മറ്റാരും വരുന്നില്ല, ഇനി മുതൽ ഈ ഒരു രാജ്യത്തിന്റെ രാജാവ് നമ്മുടെ ഹീറോ ആണ്. ഇപ്പൊ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കുതിരേനെ പറ്റിയിട്ട് അവൻ ആലോചിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കുതിരേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു കുഴിയിൽ അങ്ങനെ കിടക്കായിരുന്നു. എന്റെ കടമയെല്ലാം ഞാൻ കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ട്, ഞാനിപ്പോ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ കണ്ണടച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവന്റെ മേത്തേക്ക് ഒരു കൊതുക് കടിക്കുന്നുണ്ട്. ആശാനിപ്പോ ചാടി എണീക്കാണ്. മരിക്കുന്ന സമയത്ത് പോലും ഒരു സ്വൈര്യവും തരില്ലെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അതിൽ തുള്ളി ചാടുന്നുണ്ട്. ഇതേ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഒരു കുതിരേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ തന്നെ കാണാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലിപ്പോ എനിക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ ഒരു കുഴിയിൽ വന്ന് കിടക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീ ആ ഒരു പൂ പറിച്ചിരുന്നെങ്കിൽ നീ ഈ ഒരു സമയത്ത് മരിച്ചിട്ടുണ്ടാവും. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ആ പൂവിന്റെ ശാപമൊന്നും നിനക്ക് കേൾക്കാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ പറയാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോഴാണ് നമ്മുടെ കുതിരയ്ക്ക് ഒരു ആശ്വാസമാവുന്നത്. നമ്മുടെ ഹീറോ പോയിട്ട് കുതിരയെ ടൈറ്റ് ആയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ച് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.